ടൂർണമെന്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ICC പുറത്തിറക്കിയ 8 താരങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ക്വാർട്ടറിൽ, സെമിയിൽ, ഫൈനലിൽ, അതായത് എവിടെയൊക്കെ ഇന്ത്യക്ക് ആവശ്യമായിരുന്നോ അവിടെയൊക്കെ സഞ്ജുവിന്റെ പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്, കിടിലം പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഓൾറൗണ്ട് മികവ് പുറത്തെടുത്തു. അത് ഫൈനലിൽ എടുത്തു എന്നുള്ളത്, അതായത് കൃത്യമായ ഒരു ഗെയിം തന്നെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട അവസരത്തിൽ തന്നെ എല്ലാ മേഖലയിലും ഇന്ത്യക്ക് മികവ് കാട്ടാൻ കഴിഞ്ഞു ഇന്നത്തെ ദിവസം. ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ തുടക്കത്തിലെ അമേരിക്കക്കെതിരായ മത്സരത്തിൽ ഇന്ത്യ വിറച്ചാണ് ജയിച്ചത്. താരതമ്യേന ഏറ്റവും ദുർബലരായ ടീമുകളിലൊന്നായിരുന്നു അമേരിക്ക. അവർക്കെതിരെ പ്രതീക്ഷിച്ച ഒരു പ്രകടനം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല. തുടർന്നുള്ള മത്സരങ്ങളെല്ലാം തന്നെ ജയിച്ചുവെങ്കിൽ പോലും ആധികാരികമായൊരു പ്രകടനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ തോൽവി ഇന്ത്യയെ ഞെട്ടിച്ചു. അതിനുശേഷം ലോകകപ്പിൻ്റെ സെമിഫൈനലിലേക്ക് എത്തുക എന്നത് വലിയ ഒരു കടമ്പയായിരുന്നു. ആ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായകമായ മത്സരത്തിൽ ഇന്ത്യയെ ചുമലിലെത്തിയത് സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജുവിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈഡൻ ഗാർഡൻസിൽ നിർത്തുന്നതായിരുന്നു സഞ്ജു വാങ്കഡയിൽ ബാറ്റിംഗ് പുറത്തെടുത്തത്. സഞ്ജുവിൻ്റെ മറ്റൊരു മനോഹരമായ ഇന്നിംഗ്സിലൂടെ നമ്മൾ ഫൈനലിലേക്ക് മുന്നേറുന്നു. ഫൈനലിലും നമ്മൾ ആ പ്രകടനം സഞ്ജുവിൽ നിന്ന് കണ്ടു. അങ്ങനെ ഒരു ലോകവേദിയിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം, ഒരു മലയാളി താരത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനമായി നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ശ്രീജേഷിൻ്റെ ഒളിമ്പിക് 2 വെങ്കല മെഡൽ നമുക്ക് ശ്രീജേഷ് സമ്മാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സഞ്ജുവിൻ്റെ ഈ ലോക കിരീടത്തിന് തിളക്കം ഏറെയാണ്. ഇന്ത്യ ഒളിമ്പിക് ഹോക്കിയിൽ